ആർക്കിടെക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ പിന്നിലും ആ പ്രദേശത്തെ ടോപ്പോഗ്രഫിക്കും ക്ലൈമറ്റിനും അനുസരിച്ച് അതുപോലെ തന്നെ നല്ലൊരു സ്പേസ് പ്ലാനിങ്ങും അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു എക്സ്റ്റീരിയർ എലിവേഷനും ഉണ്ടെങ്കിൽ ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ എല്ലായ്പ്പോഴും മികവുറ്റതായിരിക്കും. അതുപോലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആർക്കിടെക്ട് പ്രസീത. ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ശ്യാമസുന്ദരമായ മൂന്നാറിലാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഗണേഷിൻ്റെ ഈ ഒരു വീട് 4000 സ്ക്വയർ ഫീറ്റിലാണ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും ഈ ഒരു എക്സ്റ്റീരിയർ കാണുമ്പോൾ ഇതേത് സ്റ്റൈലിലാണ് ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊളോണിയൽ സ്റ്റൈലിലാണ്. ഈ ഒരു കൊളോണിയൽ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലായ ക്ലാസിക്, ഗോത്തിക്, അതേപോലെ തന്നെ റിവൈവൽ, ബറോക്യൂ ഡിസൈൻ ഫീച്ചേഴ്സിൻ്റെ കൂടെ ഇൻഡോ ഇസ്ലാമിക് ഡിസൈൻ ഫീച്ചേഴ്സ് കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഈ ഒരു കൊളോണിയൽ ആർക്കിടെക്ചറൽ സ്റ്റൈലിനുണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതി ഭവൻ, അതേപോലെ തന്നെ വിക്ടോറിയ മെമ്മോറിയൽ, സെൻറ്റ് പോൾ കത്തീഡ്രൽ, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ തന്നെ നമുക്ക് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറിയിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, ബഡ്ജറ്റ് എല്ലാം തന്നെ നോക്കിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലരും പോയി നോക്കും ഈ ഒരു പാർലമെൻറ്റ് ഓഫ് ഇന്ത്യയും രാഷ്ട്രപതി ഭവനൊക്കെ. അപ്പോൾ അത്രയും ഡിസൈൻ ഫീച്ചേഴ്സൊന്നും നമ്മുടെ ഈ ഒരു വീടിന് കൊടുത്തിട്ടില്ല. കാരണം ഇത് റെസിഡൻഷ്യലാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഓർണമെൻറ്റൽ വർക്ക്സും അതേപോലെ തന്നെ കളർ കോമ്പിനേഷനും കൊളോണിയൽ സ്റ്റൈലൊക്കെയാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൈമറി ഡീറ്റെയിൽസോട്ട് കിടക്കാം. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച്, ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 38 സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു പ്ലോട്ടിന് ഉള്ളത്. അതേപോലെ തന്നെ ഈസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ഫേസിങ് വരുന്നത്. ഈസ്റ്റ് ഈ സൈഡിലാണ്, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 ഫേസിങ് ആയിട്ടാണ്. ഈസ്റ്റ് സൈഡിലോട്ടും നോർത്ത് സൈഡിലോട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് നോർത്ത് സൈഡിൽ നിന്ന് കാണാൻ. കാരണം ഇത് മൂന്നാർ മെയിൻ റോഡാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ഡിസൈൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഈ ഒരു ടോപ്പോഗ്രഫിയിൽ ഈ ഒരു വീടിൻ്റെ ഈ ഒരു കളർ തീമും അതേപോലെ തന്നെ ഈ കൊളോണിയൽ സ്റ്റൈൽസ്, ഈ കോളെല്ലാം വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു വീടിനെ ഈ ഒരു ടോപ്പോഗ്രഫിയിൽ കാണാൻ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചിട്ട് ഇവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് സിൽറ്റി ക്ലേയി സോയിലാണ്. അതായത് ചെളി നിറഞ്ഞ കളിമണ്ണെന്ന് പറയും. ഒട്ടും തന്നെ സോയിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു സോയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കനാൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഈ ഒരു വീട് വരുന്നത്. സെറ്റ് ബാക്ക് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുള്ളൊരു ഏരിയയാണ്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷന് ഭയങ്കര റിസ്ട്രിക്ഷനുള്ള ഏരിയ കൂടിയാണ് മൂന്നാർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമുക്ക് ഈ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനനുസരിച്ചിട്ടാണ് ഈ ഒരു വീടിൻ്റെ പൈൽ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ നമ്മളൊരു പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഡെപ്ത്ത്, അതായത് ഈ ഒരു പ്ലോട്ട് റോഡ് ലെവലിൽ നിന്ന് 90 സെൻറ്റിമീറ്റർ താഴ്ന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലോട്ട് ഫസ്റ്റ് ലെവലിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വീട് വരുന്ന ഏരിയ, വീട് പ്ലസ് കാർ പോർച്ച് വരുന്ന ഏരിയയാണ് ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ഫൗണ്ടേഷനിലോട്ട് നമ്മൾ കടന്നിരിക്കുന്നത്. ഈ ഒരു പൈൽ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് പൈൽ ഫൗണ്ടേഷൻസ് ഉണ്ട്. ഫ്രിക്ഷൻ പൈലുണ്ട്, കോമ്പാക്ഷൻ പൈലുണ്ട്, അതേപോലെ തന്നെ ആങ്കർ പൈലുണ്ട്, ടെൻഷൻ പൈലുണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് പൈൽ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ ഈ ഒരു സ്ട്രക്ചർ ഇത് ഏത് രീതിയിലാണ്, ഇതിന് എത്ര ലോഡ് വരുന്നുണ്ട് എന്നുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സോയിൽ ടെസ്റ്റ് നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ, ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ സ്റ്റേജിൽ തന്നെ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു സോയിൽ ടെസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് കൂടി നോക്കിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ പൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ എൻപിയറിംഗ്, നോൺ കേസിംഗ്, കാസ്റ്റ് ഇൻസൈറ്റ് പൈലാണ് ചെയ്തിരിക്കുന്നത്. പറയുകയാണെങ്കിൽ നമുക്ക് ഡെപ്ത്ത് വരുന്നത് 10 to 11 മീറ്ററിലാണ് നമുക്ക് ഹാർഡ് റോക്ക് വരുന്നത്. എൻപിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൂട്ടിങ് നമ്മുടെ ഈ ഒരു റോക്കിലാണ് പോയിട്ട് സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ നല്ല സ്ട്രെങ്ത് ആയിരിക്കും ഈ ഒരു സ്ട്രക്ചറിന്.
അങ്ങനത്തെ നമ്മൾ 14 കോളാണ് ഈ ഒരു സൈറ്റിൽ ചെയ്തിരിക്കുന്നത്. കാസ്റ്റ് ഇൻസൈറ്റു പൈലിംഗ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 20 and 16 mm സ്റ്റീൽസാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പൈലിൻ്റെ ഡയ എന്ന് പറയുന്നത് 500 ഡയയിലാണ് 14 കോളം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 14 കോളം ചെയ്ത് നമ്മൾ ലെവൽ ചെയ്തതിന് ശേഷം പൈൽ ക്യാപ്പ് ഇട്ട് RR വർക്ക് ചെയ്തിട്ടാണ് 2 സൈഡും നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് ഫില്ല് ചെയ്തതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സൂപ്പർ സ്ട്രക്ചർ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഫീച്ചേഴ്സിലോട്ട് കിടക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കൊളോണിയൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ ഒരു കോളം തന്നെയാണ് മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഏകദേശം 21 കോളാണ് കൊടുത്തിരിക്കുന്നത്. മേലെ ഫസ്റ്റ് ഫ്ലോറിൽ 5 കോൾ, അങ്ങനെ 26 കോളാണ് ടോട്ടൽ ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ അട്രാക്ഷൻ, ഈ ഒരു കൊളോണിയൽ സ്റ്റൈലിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോളാണ്, ഡിസൈനർ കോളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡിസൈനർ കോളത്തിൻ്റെ കൂടെ തന്നെ അതിൽ ഓർണമെൻ്റൽ വർക്ക് ഗ്രൂവ് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ബാലിസ്റ്റർ ഡിസൈൻ, അതായത് നമുക്ക് ഈ ബാലിസ്റ്റർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റമ്പ് പോലുള്ള ഈ ഒരു വർക്കിനെയാണ് ബാലിസ്റ്റർ എന്ന് പറയുക. ആ ഒരു ഡിസൈൻ ഫീച്ചേഴ്സാണ് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗ്രൗണ്ട് നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമ്മുടെ നോർമൽ ഫിനിഷ്ഡ് ഫ്ലോർ ലെവലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ ഈ ഒരു ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരു വീടിൻ്റെ കളറാണ് ഫസ്റ്റ്. ഈ ഒരു ടോപ്പോഗ്രഫിയിൽ വൈറ്റ് കളറിൻ്റെ കൂടെ അറ്റ്ലാന്റിക് സീ ബ്ലൂ ആണ് നമ്മൾ ഷിംഗിൾസിന് കൊടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ പിച്ച് റൂഫാണ് കൊടുത്തിരിക്കുന്നത്, എ ടൈപ്പ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓർണമെൻ്റൽ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ആ ട്രയാങ്കിൾ ഷേപ്പിലെല്ലാം ഓർണമെൻ്റൽ വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ കോളം ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്ലെൻഡർ കോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സ്ലെൻഡർ കോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഡബിൾ ലെയർ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് താഴെ സ്ക്വയർ ഡിസൈനും മേലെ നമ്മൾ സർക്കുലർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോളത്തിൻ്റെ മാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ബാലിസ്റ്റർ ഡിസൈൻ വരുന്നത്. ഈ ഒരു ജോയിനറിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ എലിവേഷൻ കളറിനോട് വളരെ മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു ജോയിനറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഈ ഒരു ഡിസൈൻസ് എല്ലാം നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു ബ്രിട്ടീഷ് ഹൗസിൻ്റെ ഒരു മെയിൻ ഡോറിൻ്റെ ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആൻറ്റിക്കിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാച്ച്ഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണിത്. മെയിൻ ഡോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻട്രി ചെയ്യുന്നത് ഗസ്റ്റ് ലിവിങ്ങിലാണ്. ഈ ഒരു ഗസ്റ്റ് ലിവിങ്ങിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിൻറ്റേജ് മോഡൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിൻറ്റേജ് മോഡൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് വരും. അതിനനുസരിച്ചിട്ടുള്ള ഒരു കർട്ടൻ ഡിസൈൻ വന്നിട്ടുണ്ട്. ഫുൾ ഹൈറ്റിലാണ് കർട്ടൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ജിപ്സം സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കോമൺ ഏരിയാസിൽ മാത്രമാണ് ജിപ്സം സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റൗണ്ടായിട്ടുള്ള ഈ ഒരു ജിപ്സം സീലിംഗ്, ബാലൻസിലെല്ലാം പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു ഗസ്റ്റ് ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 5 സീറ്റർ സോഫ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൂജ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൂജ യൂണിറ്റ് ആക്ച്വലി ഈ ഒരു വാളിലാണ് വരുന്നത്. അപ്പോൾ ഗസ്റ്റ് ലിവിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് വരുന്നത് ഈ ഒരു കോമൺ ഏരിയയിലോട്ടാണ്. ഈ ഒരു കോമൺ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് വ്യൂ ആണ്. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ എൻഡ് വരെയാണ് നമുക്ക് വ്യൂ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ ഒരു കോമൺ ഏരിയയുടെ ജിപ്സം സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വിൻറ്റേജ് മോഡൽ ഡിസൈന് മാച്ച് ആവുന്ന രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 തട്ടായിട്ടാണ് സീലിംഗ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കോമൺ വാഷ് യൂണിറ്റ്. ചെറിയൊരു ഷട്ടേഴ്സ് കൊടുത്തിട്ട് ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. ഈ ഒരു കോമൺ ഏരിയയുടെ
ഒരു ഭാഗം തന്നെയാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഡൈനിങ്ങിൽ 10 സീറ്റർ ചെയർ വിത്ത് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂണിറ്റാണ്. മഹാഗണി ഫിനിഷിലാണ് ഈ ഒരു യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസാണ്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഈ ഒരു സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പാറ്റോ ഏരിയ വരുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയയുടെ ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ മാത്രമാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. ബാക്കി നമ്മൾ ഒരു ബെഡ്റൂമിന് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിൻഡോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നമുക്ക് ഈ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാറ്റാണ്. ഇത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ലോണാണ് കൊടുത്തിരിക്കുന്നത്, ഒരു മാറ്റാണ്. അപ്പോൾ അത് വൈറ്റ് കളറിൽ ഈ ഒരു ഗ്രീൻ കളർ വരുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോമൺ ഏരിയയുടെ ഫ്ലോറിംഗിന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നത്. 60x120 ടൈല് വുഡൻ ടൈലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫർണിച്ചർ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ എക്സിസ്റ്റിംഗ് ഫർണിച്ചർ യൂണിറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിങ് സൈസ് കോട്ട് വിത്ത് ഒരു സൈഡ് ടേബിൾ വന്നിട്ടുണ്ട്, കോർണർ യൂണിറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ചെറിയ ഒരു സീറ്റിങ്ങിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് വാൾഡ്രോപ്പാണ്. ഇതെല്ലാം എക്സിസ്റ്റിംഗ് യൂണിറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു TV യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഇത് ഡിസൈൻ ചെയ്തതാണ്. അതിൻ്റെ ക്ലാഡിങ് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ റൂഫ് നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് നമ്മൾ സീലിങ്ങിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഷ് യൂണിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു യൂണിറ്റായിട്ടാണ് വാഷ് യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. സെയിം നമ്മൾ വുഡൻ്റെ ആ ഒരു ടൈലിനെയാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെയുള്ളത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫർണിച്ചർ യൂണിറ്റുകൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ക്ലയൻറ്റിൻ്റെ എല്ലാ എക്സിസ്റ്റിംഗ് ഫർണിച്ചർ യൂണിറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ഒരുപാട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ടോയ്ലറ്റ് ഏരിയൻ്റെ ടൈൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടൈലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തതാണ്. എനിക്ക് ആക്ച്വലി ഈ ഒരു ടൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഈ ഒരു പില്ലർ ടാപ്പാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻറ്റേജ് മോഡൽ ബവലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രാൻഡഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബെഡ്റൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു കോമൺ ഏരിയയുടെ ലെഫ്റ്റ് എൻഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു സോയിലിൻ്റെ ഒരു സ്ട്രെങ്ത്തോടെയും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റൂമിനോട് ചേർന്നിട്ട് വരുന്ന വാളിലാണ് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സ്ട്രക്ചർ സ്റ്റെബിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് Immerse വിത്ത് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർമലി ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹൈറ്റ് വരുന്നത് 6.6 മീറ്ററിലാണ് വരുന്നത്. അത് ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഹൈറ്റ് വരിക റൂഫിൻ്റെ. നമ്മൾ സാധാരണ ഡിസൈൻ കൊടുക്കുന്നത് 3.3ലാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഹൈറ്റ് കൊടുക്കുന്നത്. സ്റ്റെയർ കേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ മോൾഡ് ബെഡ്റൂം വരുന്നത്. ഇതാണ് മോൾഡ് ബെഡ്റൂം. ഓവറാൾ നമ്മുടെ ഒരു വിൻറ്റേജ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. കൊളോണിയൽ സ്റ്റൈലിൻ്റെ ആ ഒരു പെയിൻറ്റിങ് കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ് ക്ലയൻറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഡോർ എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ആണ് അങ്ങോട്ട് ആ ഒരു ഏരിയയിലോട്ട്, നോർത്ത് സൈഡിലോട്ട്. അത് അവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഏരിയയാണത്. ടോയ്ലറ്റ് ഏരിയയിൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാനിറ്ററി വെയർ, അതേപോലെ തന്നെ പില്ലർ ടാപ്പ്, അതിൻ്റെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഷ് യൂണിറ്റ് ബ്രാൻഡഡ് ആണ്. ഒരു ഡിസൈൻസ് എങ്ങനെയാണോ അതിൻ്റെ ഒരു ക്ലാഡിങ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ എക്സോസ്റ്റ് നമ്മൾ സീലിംഗ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോട്ടിൻ്റെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നേരെ നമുക്ക് വരുന്നത് ഈ ഒരു സ്റ്റഡി ഏരിയയാണ്.
ഈ ഒരു സ്റ്റഡി റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനിങ് പാർട്ടിൽ നമ്മളൊരു ബുക്ക് ഷെൽഫിനുള്ള സ്പേസ് എല്ലാം ഇവിടെ ഫർണിച്ചർ ലേഔട്ട് ചെയ്യുമ്പോൾ വിട്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു 5 സീറ്റർ സോഫ, അതേപോലെ തന്നെ സെൻറ്റർ ടേബിൾ, നമ്മൾ ഈ പുരാതനമായിട്ട് കാണുന്ന ഒരു ക്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി റൂമിൻ്റെ ഈ ഒരു ഡോർ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഒരു വരാന്ത സ്പേസാണ്. ഈ ഒരു സ്റ്റഡി റൂമിൻ്റെ പുറമേക്കുള്ള ഡോറ് തുറന്ന് ഇറങ്ങുന്നത് ഈ ഒരു പാസേജ് ഏരിയ ആണ്. ഈ ഒരു പാസേജ് ഏരിയേൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നോർത്ത് സൈഡിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ആർച്ച് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോളം ടു കോളം കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. അതേപോലെ തന്നെ ഈ പില്ലേഴ്സിന് നമ്മൾ എക്സ്റ്റീരിയറിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈൻ ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റഡി റൂമിന് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ബോയ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബോയ് ബെഡ്റൂമിൻ്റെ ഡിസൈനിങ് ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബെഡ്റൂമിലെ ഫ്ലോറിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് വേറെ ബെഡ്റൂമിനെക്കാട്ടും കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. നമ്മൾ നന്നായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് ഏരിയയോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. ഈ ഒരു ടോയ്ലറ്റിൽ മാത്രമാണ് ഈ ഒരു വാളിലാണ് നമ്മളിവിടുത്തെ പൊസറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റഡി റൂമിൽ നിന്ന് നമ്മൾ പുറമേക്ക് പാസേജിലോട്ട് ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബോയ് ബെഡ്റൂമിൻ്റെ ഈ ഒരു ഇവിടുന്ന് നമ്മൾ എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പുറമേക്കുള്ള എക്സിറ്റാണ്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ചെന്നെത്തുന്നത് ഈ ഒരു ലിവിങ് ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ. അപ്പോൾ സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ചെന്നെത്തുന്നത് ഈ ഒരു ലിവിങ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ ക്ലയൻറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റ് എക്സിസ്റ്റിംഗ് യൂണിറ്റാണ്. 4 സീറ്റർ ചെയർ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചെയറാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറാൾ വിൻറ്റേജ് ഡിസൈനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ലൈറ്റ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഈ ഒരു എൻഡിലായിട്ടാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറാൾ നമ്മൾ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുള്ള അതേ ഡിസൈൻ കോൺസെപ്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേ കളർ തീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്. 2 കോട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഏരിയ എന്നത് നല്ല ഭംഗിയാണ്. ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഈ ഒരു ക്ലാഡിങ് എല്ലാം കാണാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഹൈലൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ ക്ലാഡിങ് നമ്മൾ ജിപ്സാണ് മേലെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇവിടെ ക്ലാഡിങ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ബാത്റൂമിനെ കുറിച്ച് പറയാനുള്ളത്. അതേപോലെ നമ്മൾ ഈ ഒരു പ്ലംബിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള പമ്പ് ഉപയോഗിക്കുക കാരണം അത്യാവശ്യം നല്ല പ്രഷറുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.